ഒരു പെൻസിലും എടുത്തോ കേട്ടോ, പേനയോ പെൻസിലോ, പേനയായാലും മതി. ഓക്കെ. അപ്പോ പാഠം 5 എന്തായിരുന്നു പാഠത്തിന്റെ പേര് നമ്മുടെ? മറന്നുപോയോ എല്ലാവരും? മയിൽപീലി കണ്ണുകൾ അല്ലേ? മയിൽപീലി കണ്ണുകൾ. ഓക്കെ. അപ്പോ ശ്രദ്ധിക്കണേ. വളരെയേറെ പഴക്കമുള്ള രാജ്യമാണ് ഗ്രീസ്. രസകരമായി കഥകൾ ഉണ്ടാക്കി പറയാൻ ഗ്രീക്കുകാർ അതിസമർത്ഥരായിരുന്നു. അവിടുത്തെ കുട്ടികൾക്കാണെങ്കിൽ കഥ കേൾക്കാതെ ഉറക്കമില്ല. സമർത്ഥൻ എന്ന് പറഞ്ഞാൽ അറിയോ നിങ്ങൾക്ക്? മിടുക്കന്മാരെയാണ് പറയുക അല്ലെ? അവർ അമ്മൂമ്മമാരോട് ഓരോന്ന് ചോദിക്കും. അമ്മൂമ്മമാർ ഓരോ കഥകൾ പറയും. അങ്ങനെ ധാരാളം കഥകൾ ഉണ്ടായി. ഒരിക്കൽ ചില ചെറിയ കുട്ടികൾ അവരുടെ അമ്മൂമ്മയോട് ചോദിച്ചു, അമ്മൂമ്മേ, മയിലിന്റെ പീലികളിൽ ഇത്രയധികം കണ്ണുകൾ ഉണ്ടായത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു അല്ലെ? അമ്മൂമ്മ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അതൊരു രസകരമായ കഥയാണ്. ദേവന്മാർക്ക് ജൂണോ എന്നൊരു രാജ്ഞി ഉണ്ടായിരുന്നു. അവർ ഭംഗിയുള്ള നല്ലൊരു പശുവിനെ ഓമനിച്ച് വളർത്തിയിരുന്നു. പാലുപോലെ വെളുത്തതും മിനുത്തതുമായൊരു പശു. ദേവന്മാരുടെ രാജാവായ ജൂപ്പിറ്ററിനെ ആ പശുവിനെ കിട്ടണമെന്നൊരു മോഹം അല്ലെ, ഒരാഗ്രഹം ഉണ്ടായി. പക്ഷേ ജൂണോ തന്റെ ഓമന പശുവിനെ ആർക്കും കൊടുക്കുകയില്ല. ജൂപ്പിറ്ററുടെ മോഹത്തെക്കുറിച്ച് ഓർത്ത് രാജ്ഞിക്ക് പരിഭ്രമമായി അല്ലെ, പേടിയായി. ജൂപ്പിറ്റർ തന്റെ വെള്ള പശുവിനെ തട്ടിയെടുക്കുമോ എന്നവർ ഭയന്നു. അവർ പശുവിനെ നോക്കുന്ന ആർഗസിനെ വിളിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞത്? നമ്മുടെ പശുവിനെ നീ നല്ല പോലെ നോക്കിക്കൊള്ളണേ, ആരും അതിനെ തട്ടിക്കൊണ്ടുപോകാൻ ഇടയാകരുത്. 100 കണ്ണുകളുള്ള ഒരു വിശേഷപ്പെട്ട മനുഷ്യനായിരുന്നു ആർഗസ്. അയാൾ ഉറങ്ങുമ്പോൾ 2 കണ്ണുകൾ മാത്രമേ അടഞ്ഞിരിക്കുകയുള്ളൂ. മറ്റു കണ്ണുകളെല്ലാം നക്ഷത്രങ്ങൾ പോലെ തുറന്നിരിക്കും. അതിനാൽ ആർഗസിന്റെ കണ്ണുകൾ വെട്ടിച്ച് ആർക്കും പശുവിനെ തട്ടിക്കൊണ്ടു പോകാനാവില്ല. രാജ്ഞിക്ക് അതറിയാം. എങ്കിലും ജൂപ്പിറ്ററുടെ ആഗ്രഹത്തെ രാജ്ഞി ഭയപ്പെട്ടു. ആർഗസിന്റെ ശ്രദ്ധ പശുവിന്റെ മേൽ എപ്പോഴും ഉണ്ടാകണമെന്ന് രാജ്ഞി എല്ലായ്പ്പോഴും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലായ്പ്പോഴും ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും രാജ്ഞിയുടെ ഓമന പശുവിനെ തട്ടിക്കൊണ്ടു പോരുക തന്നെ വേണം എന്ന് ജൂപ്പിറ്റർ തീർച്ചയാക്കി. ജൂപ്പിറ്റർ അതൊരു നേരമ്പോക്ക് മാത്രമായിട്ടാണ് കണക്കാക്കിയത്. പക്ഷേ പശുവിനെ എങ്ങനെയാണ് തട്ടിയെടുക്കുക? 100 കണ്ണുകളുള്ള ആർഗസിന്റെ കണ്ണുകൾ എങ്ങനെ തെറ്റിക്കും? 1 കണ്ണല്ല, 2 കണ്ണല്ല അല്ലെ, 100 കണ്ണുകളുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ തെറ്റിച്ചിട്ട് പശുവിനെ തട്ടിക്കൊണ്ടു പോകും എന്നായിരുന്നു ജൂപ്പിറ്റർ ആലോചിച്ചത് അല്ലെ? എങ്ങനെയെങ്കിലും രാജ്ഞിയുടെ ഓമന പശുവിനെ തട്ടിക്കൊണ്ടു പോരുക തന്നെ വേണം എന്ന് ജൂപ്പിറ്റർ തീർച്ചയാക്കി. ജൂപ്പിറ്റർ അതൊരു നേരമ്പോക്ക് പറഞ്ഞ എന്താ അർത്ഥം? തമാശ അല്ലെ? നേരമ്പോക്ക് പറഞ്ഞ തമാശ മാത്രമായിട്ടാണ് കണക്കാക്കിയത്. പക്ഷേ പശുവിനെ എങ്ങനെയാണ് തട്ടിയെടുക്കുക? 100 കണ്ണുകളുള്ള ആർഗസിന്റെ കണ്ണുകൾ എങ്ങനെ തെറ്റിക്കും? അയാൾ വിശ്വസ്തനാണ്, സമർത്ഥനാണ്, കൈക്കൂലി വാങ്ങിയ യജമാനത്തിയെ വഞ്ചിക്കുകയില്ല. നല്ല ഭൃത്യൻ അങ്ങനെ തന്നെ ആയിരിക്കണം. ദേവന്മാരുടെ കൂട്ടത്തിൽ മികച്ച ഒരു ഗായകൻ ഉണ്ടായിരുന്നു. അയാൾക്ക് രസകരമായ കഥകൾ പറയാനും അറിയാം. ആ ദേവൻ കഥ പറഞ്ഞു തുടങ്ങിയാൽ കേൾക്കുന്നവർ എല്ലാം മറന്ന് രസിച്ചിരുന്നു പോകും. പാടിയാൽ മനം മയങ്ങി ഉറങ്ങിപ്പോകും. ജൂപ്പിറ്റർ ആ ഗായകനെ വിളിച്ചു വരുത്തി. എങ്ങനെയെങ്കിലും ജൂണോയുടെ പശുവിനെ പിടിച്ചുകൊണ്ടുവന്ന് തരണം എന്നാവശ്യപ്പെട്ടു. ദേവഗായകൻ ആർഗസിന്റെ അടുത്ത് ചെന്ന് കഥ പറയാൻ തുടങ്ങി. ആദ്യമൊക്കെ ആർഗസ് ആ കഥ പറയൽ അവഗണിച്ച് ശ്രദ്ധിക്കാതിരുന്നു. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ കഥ രസകരമായി തോന്നി. പശുവിന്റെ കാര്യം മറന്നു അല്ലെ? അദ്ദേഹത്തെ ഏൽപ്പിച്ച ചുമതല അദ്ദേഹം മറന്നു, ഇതില് ലയിച്ചുപോയി അല്ലെ? ഗായകൻ പിന്നെ മധുരമായ ഓടക്കുഴൽ വായിക്കാൻ തുടങ്ങി. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആർഗസ് ഉറങ്ങിപ്പോയി. ആ തക്കത്തിന് പാട്ടുകാരൻ പശുവിനെ തട്ടിയെടുത്ത് ജൂപ്പിറ്ററിന് കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ പശുവിനെ തട്ടിയെടുത്തു അല്ലെ? ജൂണോ ദേവി സംഗതി അറിഞ്ഞു. നാണവും കോപവും കൊണ്ട് അവർ വിറച്ചു. അവർ ആർഗസിനോട് ദേഷ്യപ്പെട്ടു. 100 കണ്ണുകൾ ഉണ്ടായിട്ട് എന്ത് കാര്യം അല്ലെ? 100 കണ്ണുകൾ ഉണ്ടായിരുന്ന കാര്യമില്ല അല്ലെ? ശ്രദ്ധിക്കാൻ വേണം അല്ലെ? അതുകൊണ്ട് എന്ത് ചെയ്തു? നിനക്ക് 2 കണ്ണുകൾ മാത്രം മതി, ബാക്കി കണ്ണുകളെല്ലാം ഞാൻ എന്റെ മയിലിന്റെ പീലികൾക്ക് നൽകുന്നു. അങ്ങനെയാണ് എന്തുണ്ടായത്? മയിലിന്റെ പീലികൾ ഇത്രയും കണ്ണുകൾ ഉണ്ടായതെന്നാണ് അമ്മൂമ്മ കഥ പറഞ്ഞു നിർത്തിയത് അല്ലെ? ആർഗസിന് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ആർഗസിന്റെ ആ കണ്ണുകളാണ്
മയിലിന്റെ പീലിക്കണ്ണുകളായി മാറിയത്. അമ്മുമ്മ കഥ പറഞ്ഞ് നിർത്തി. ഇതായിരുന്നു നമ്മുടെ കഥ അല്ലെ, മയിൽ പീലിക്കണ്ണുകള്. ഓക്കെ, അപ്പൊ കഥ നമ്മൾ പഠിച്ചാണ് അല്ലെ. എല്ലാവർക്കും മനസ്സിലായില്ലേ കഥ? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കഥ എഴുതാൻ ബാക്കി ഉണ്ടായിരുന്നു. എത്ര പേര് എഴുതിയിട്ടുണ്ടായിരുന്നു? അത് ഓർമ്മയുണ്ടാർക്കെങ്കിലും? ഷെഫി എഴുതിയിട്ടുണ്ട് അല്ലെ. നെക്സ്റ്റ് സൂര്യദേവ്. നെക്സ്റ്റ് ആരാ? ക്രിസ്റ്റി സിൻഡോ എഴുതിയിട്ടുണ്ട്, എബിൻ ബിജു എഴുതിയിട്ടുണ്ട് അല്ലെ. ആ കഥ അങ്ങനെ നമുക്ക് ഇതിലും ഉണ്ട്, ഈ പാഠത്തിലും ഉണ്ട് ഒരു കഥ എഴുതാൻ. നിങ്ങളെ കഥ നിങ്ങൾ എഴുതി നിങ്ങൾ നല്ല എഴുത്തുകാരാണ് അല്ലേ. കഥയൊക്കെ എഴുതിക്കൊണ്ടിരിക്കണം, അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായ ഒരു കഴിവ് വരും. അപ്പൊ ആ കഥ നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നമുക്ക് ലാസ്റ്റ് വായിപ്പിക്കാം. അപ്പൊ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. പെൻസിൽ എടുത്തില്ലേ, പേന എടുത്തില്ലേ എല്ലാവരും? അപ്പൊ ശ്രദ്ധിക്കണേ. പഠന പ്രവർത്തനങ്ങളാണ് മിസ് പറയുന്നത്. ഒന്നാമത്തത്, വലയത്തിൽ നിന്ന് അർത്ഥം കണ്ടെത്താം. കണ്ടോ? പേജ് നമ്പർ 22 കണ്ടോ എല്ലാവരും? യെസ് ഓർ നോ കുട്ടികളെ? കണ്ടു എല്ലാവരും? ഓക്കെ. അപ്പൊ അതിസമർത്ഥൻ എന്താ അർത്ഥം? മിടുമിടുക്കൻ അല്ലെ. അവിടെ ഓക്കെ, കോളത്തിലുണ്ട് അല്ലെ. അതിൽ മിടുമിടുക്കൻ മൂന്നാമതുള്ളത് എടുത്ത് അവിടെ എഴുതണം. മിടുമിടുക്കൻ, മിടുമിടുക്കൻ. ശ്രദ്ധിച്ച് എഴുതണേ, തെറ്റിക്കരുത്, നോക്കിയിട്ട് എഴുതണം. ഓക്കെ, മിടുമിടുക്കൻ. അതിസമർത്ഥൻ എന്ന് പറഞ്ഞാൽ ആരാ? മിടുമിടുക്കൻ. നെക്സ്റ്റ് ഏതാ? എഴുതി കഴിഞ്ഞോ എല്ലാവരും? പരിഭ്രമം അല്ലെ. പരിഭ്രമം എന്ന് പറഞ്ഞാൽ എന്താ? അമ്പരപ്പ്. അവിടെ നോക്കി എഴുതിയ അപ്പുറത്തേക്ക്, തെറ്റിക്കാതെ എഴുതിയേ. അമ്പരപ്പ്. ആൻഡ്രോസ് എഴുതുന്നുണ്ടോ? സ്ട്രക്കാണോ ആൻഡ്രോസ്? ഓക്കെ, എഴുതിയോ? പരിഭ്രമം, അമ്പരപ്പ്. നോക്കി എഴുതണേ, തെറ്റിക്കരുത്. പരിഭ്രമം, അമ്പരപ്പ്. വിശ്വസ്തൻ. വിശ്വസ്തൻ എന്ന് പറഞ്ഞാല് ആരാ? വിശ്വസിക്കാവുന്നവൻ. വിശ്വസിക്കാവുന്നവനാണ് ആര്? വിശ്വസ്തൻ. വിശ്വസിക്കാവുന്നവൻ. വിശ്വസ്തൻ, വിശ്വസിക്കാവുന്നവൻ. ശ്രദ്ധിച്ചെഴുതണേ, മെല്ലിന് എഴുതിയാൽ മതി, ശ്രദ്ധിച്ചെഴുതണം. വിശ്വസ്തൻ, വിശ്വസിക്കാവുന്നവൻ. നെക്സ്റ്റ് ഏതാ? നാലാമത്തത്, അവഗണിക്കുക അല്ലേ. എന്താ വായിക്കുക? അവഗണിക്കുക. തള്ളിക്കളയുക. തള്ളിക്കളയുക. അവഗണിക്കുക, തള്ളിക്കളയുക. എഴുതിയേ? എഴുതി അല്ലേ. തള്ളിക്കളയുക. ഓക്കെ. നെക്സ്റ്റ് സെക്കൻഡ് എന്താ? പകരം പദങ്ങൾ എഴുതാം അല്ലെ. പകരം പദം എന്ന് പറഞ്ഞാൽ പര്യായപദം അല്ലെ. അപ്പൊ കണ്ണ് എന്നുള്ളതിന്റെ ഏതൊക്കെയാ? നയനം, എഴുതിക്കോ, അതവിടെ ഉണ്ട് അല്ലേ. ഓക്കെ, എഴുതണ്ട നിങ്ങൾക്ക്. നെക്സ്റ്റ് 3 ഏതാ? ജോഡിയെ കണ്ടെത്താം. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളുടെ ജോഡിയെ ചതുരത്തിൽ നിന്നും കണ്ടെത്തിയെഴുതുക. ഗായിക, ഗായകൻ. ഗായിക, ഗായകൻ. നെക്സ്റ്റ് ദേവി, ദേവൻ. ഓക്കെ, ദേവി, ദേവൻ. വിശ്വസ്ത, വിശ്വസ്തൻ. തെറ്റാതെ എഴുതണേ. വിശ്വസ്തൻ. രാജ്ഞി, രാജാവ്. രാജാവ്. സമർത്ഥ, എടുത്ത് എഴുതണേ, നോക്കി. ഓക്കെ, അപ്പൊ ആദ്യത്തേത് ഗായകൻ, രണ്ടാമത്തെ ദേവൻ, 3 വിശ്വസ്തൻ, 4 രാജാവ്, 5 സമർത്ഥൻ അല്ലേ. എഴുതിയോ? നോക്കി എല്ലാരും എടുത്ത് എഴുതിയോ? എഴുതിയോ സിനാനെ? ഓക്കെ.
നെക്സ്റ്റ് കഴിഞ്ഞു എല്ലാവർക്കും അത്. സമർത്ഥൻ. ഓക്കെ, ആഗ്നസിന് കഴിഞ്ഞു. ഫിനിഷായോ എല്ലാവർക്കും? ആൻഡ്രോസ് ഫിനിഷായോ? അതിന്റെ ഇടയിൽ ആൻഡ്രോസ് കേൾക്കുന്നുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? നെറ്റിന്റെ എന്തോ ഒരു പ്രോബ്ലം. ഓക്കെ, എല്ലാവർക്കും ഫിനിഷായോ? എല്ലാ മക്കൾക്കും ഫിനിഷായോ? ഓക്കെ, ഷംബീലയോ? ഇത് കഴിഞ്ഞു. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ഫോർത്ത് എന്താ? നാലാമത്തെ എന്താ? ചോദ്യോത്തര മത്സരം നടത്താവുന്നത് അല്ലേ? എന്താണ് ഫസ്റ്റ് ചോദ്യം? എന്താ? ആരാ വായിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഓക്കെ, അൽന അഗസ്റ്റ്, പ്ലീസ് അൺമ്യൂട്ട്. വായിച്ചോ. ഏത് കാര്യത്തിലാണ് ഗ്രീക്കുകാർ സാമർത്ഥ്യം കാട്ടിയത്? ഓക്കെ, ഉത്തരം പറയാൻ ആരാ പറയുന്നേ? ഉത്തരം ആരാ പറയുന്നതിന്റെ? സൂര്യദേവ്. ഓക്കെ, ഏത് കാര്യത്തിലാണ് ഗ്രീക്കുകാർ സാമർത്ഥ്യം കാട്ടിയിരുന്നത് നമ്മുടെ കഥയില്? പറഞ്ഞേ. സൂര്യദേവെ കേൾക്കുന്നില്ല മോനെ? പറയാൻ. ഓക്കെ, രസകരമായി കഥകൾ ഉണ്ടാക്കി പറയാൻ ഗ്രീക്കുകാർ അതിസമർത്ഥരായിരുന്നു അല്ലെ? ഗ്രീക്കുകാരെ രസകരമായി കഥകൾ ഉണ്ടാക്കി പറയാനായിരുന്നു സാമർത്ഥ്യം കാട്ടിയിരുന്നത് അല്ലെ? നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആരാ വായിക്കുന്നേ? ഓക്കെ, ആൻഡ്രോസ്. വായിച്ചോ. ഓക്കെ, വായിച്ചോ. പ്ലീസ് അൺമ്യൂട്ട്. ജൂണോ ദേവിയുടെ പശുവിനെ കിട്ടണമെന്നു മോഹിച്ചതാര്? ഓക്കെ, അതിന്റെ ഉത്തരം എന്താ? ആരാ പറയുന്നേ? നെക്സ്റ്റ് ആദിദേവ്. പ്ലീസ് അൺമ്യൂട്ട് ആദിദേവ്. ജൂപ്പിറ്റർ അല്ലെ? ജൂപ്പിറ്റർ ആണ്. ഓക്കെ, ജൂപ്പിറ്റർ ആണ് അല്ലെ ജൂണോ ദേവിയുടെ പശുവിനെ കിട്ടണമെന്ന് മോഹിച്ചത്? ജൂപ്പിറ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരാ വായിക്കുന്നത്? ദേവാഞ്ജന. ഓക്കെ, 3. ജൂണോ ദേവി ആർഗസിനോട് പറഞ്ഞതെന്ത്? ജൂണോ ദേവി ആർഗസിനോട് പറഞ്ഞതെന്ത്? ആരാ അതിന്റെ ആൻസർ പറയുന്നേ? പറയാത്ത ഒരാള് പറഞ്ഞേ. എന്തേ കൈ പൊക്കാത്ത എല്ലാവരും? നെക്സ്റ്റ് ശ്രീദേവ് എന്ന് പറഞ്ഞേ. ജൂണോ ദേവി ആർഗസിനോട് പറഞ്ഞ എന്താണ്? നമ്മുടെ പശുവിനെ നീ നല്ലതുപോലെ നോക്കിക്കൊള്ളണം. ആരും അതിനെ തട്ടിക്കൊണ്ടുപോകാൻ ഇടയാകരുത്. ഓക്കെ, നമ്മുടെ പശുവിനെ നീ നല്ലപോലെ നോക്കിക്കൊള്ളണം, പിന്നെയോ ആരും അതിനെ തട്ടിക്കൊണ്ടുപോകാൻ ഇടയാകരുത്. ഇതാണ് എന്ത് പറഞ്ഞത്? ജൂണോ ദേവി ആർഗസിനോട് പറഞ്ഞ കാര്യം ഇതാണ് അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നാലാമത്തത് അല്ലെ? നാലാമത്തത് ആരാ വായിക്കുന്നേ? എന്ന് കൈപൊക്കിയേ. പൊക്കാത്ത കൈ, വായിക്കാത്ത കുട്ടികള്. ഇപ്പൊ അൽന അഗസ്റ്റിൻ വായിച്ചിട്ടാ അല്ലെ? വായിച്ചില്ലല്ലോ? വായിച്ചു. നെക്സ്റ്റ് ശ്രീദേവ് വായിച്ചു. സിനാൻ. ഓക്കെ, സിനാൻ 4. ആർഗസിന്റെ കണ്ണുകൾ വെട്ടിച്ച് ആർക്കും പശുവിനെ തട്ടിക്കൊണ്ടു പോകാൻ പറ്റാത്തത് എന്തുകൊണ്ടായിരുന്നു? ഓക്കെ, ആർഗസിന്റെ കണ്ണുകൾ വെട്ടിച്ച് പശുവിനെ തട്ടിക്കൊണ്ടുപോകാൻ പറ്റാത്തത് എന്തുകൊണ്ടായിരുന്നു? എബിൻ ബിജു. ഉള്ള ഒരു വിശേഷപ്പെട്ട ഓക്കെ, 100 കണ്ണുകളുള്ള വിശേഷപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ആര്? ആർഗസ്. അതുകൊണ്ട് തന്നെയാണ് ആർഗസിന്റെ കണ്ണുകൾ വെട്ടിച്ച് ആർക്കും പശുവിനെ തട്ടിക്കൊണ്ടുപോകാൻ പറ്റാത്തത് അല്ലെ? നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ? 5-ാമത്തത്. ആഗ്നസ് ആരാ വായിക്കുന്നേ? ആരോ നേരത്തെ പറഞ്ഞോണ്ടെന്നേ ഞാൻ വായിക്കുന്നു. ഓക്കെ, ആരോൺ കേജിത്ത്.
ആഗസ്റ്റിന്റെ കണ്ണു തെറ്റിക്കാൻ ജൂപ്പിറ്റർ പ്രയോഗിച്ച സൂത്രമെന്ത്? ആർഗസിന്റെ കണ്ണു തെറ്റിക്കാൻ ജൂപ്പിറ്റർ പ്രയോഗിച്ച സൂത്രമെന്ത്? നെക്സ്റ്റ് ആരാ പറയുന്നേ? ഷംവീല, ആഷിൻ. ഓക്കെ, ആഷിൻ പ്ലീസ് അൺമ്യൂട്ട്. രസകരമായ പാട്ടുപാടി. എന്താണ് ശരിക്കും പറഞ്ഞേ? ദേവന്മാരുടെ കൂട്ടത്തിൽ മികച്ച ഒരു കാരണം, അയാൾക്ക് എന്ത് അറിയാം? കഥകൾ അറിയാം അല്ലേ? ആ ദേവൻ വന്ന് പാടിയാൽ ആരും മയങ്ങിപ്പോവും. അങ്ങനെ എന്ത് ചെയ്തു? പാട്ടില് ആദ്യമൊക്കെ ശ്രദ്ധിക്കാതിരുന്നു, പിന്നീട് അദ്ദേഹം മയങ്ങി ഉറങ്ങിപ്പോയി അല്ലെ? അങ്ങനെയാണ് പശുവിനെ തട്ടിക്കൊണ്ടുപോയത് അല്ലെ? ആർഗസിന്റെ കണ്ണ് തെറ്റിക്കാൻ ജൂപ്പിറ്റർ പ്രയോഗിച്ച സൂത്രം അതാണ്. ആ ഗായകനെ കൊണ്ടുവന്ന് പാട്ട് പാടി അല്ലെ? നെക്സ്റ്റ് കഥ പൂർത്തിയാക്കാം എന്നുള്ള ഒരു ഇത് ഇവിടെ വന്നു. എന്താ? ശ്രദ്ധിക്കണേ, ഒരു പഞ്ചവർണ്ണ തത്ത മാനത്ത് പറന്ന് കളിക്കുകയായിരുന്നു. ഒരു പരുന്ത് പെട്ടെന്ന് പറന്നു വന്ന് തത്തയെ കൊത്തി പരിക്കേൽപ്പിച്ചു. അതിന്റെ ഒരു ചിറകൊടിഞ്ഞു. വല്ല വിധത്തിലും താണു പറന്നു വന്ന് അത് ഒരു മരക്കുറ്റിയിൽ ഇരുന്നു. പഞ്ചവർണ്ണക്കിളി ചുറ്റും നോക്കി, ആരെയും കാണുന്നില്ല. അവൾ വേദന കൊണ്ട് കുഴഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി തന്റെ അടുത്തേക്ക് വരുന്നത് അവൾ കണ്ടു. അവൾ പറന്ന് രക്ഷപ്പെടാൻ നോക്കി, സാധിച്ചില്ല. എന്ത് ചെയ്യണം? കഥയുടെ തുടർന്നുള്ള ഭാഗം എഴുതി പൂർത്തിയാക്കൂ. ഒരു തലക്കെട്ട് നൽകൂ. തലക്കെട്ട് പറഞ്ഞെന്താ? ഹെഡിങ് കൊടുക്കണം അല്ലെ? ആ കഥക്ക് ഒരു പേര് കൊടുക്കണം. എല്ലാരും ചെയ്യുമല്ലോ? കഴിഞ്ഞ പോലെ ആരും പെൻഡിങ് വെക്കരുത്, ഓൺ ടൈമിൽ ചെയ്യണം. ഓക്കെ, അപ്പൊ കഴിഞ്ഞ കഥ നമുക്ക് വായിക്കാനുണ്ട് അല്ലെ? കഴിഞ്ഞ കഥ നമുക്ക് കുറച്ചുപേര് എഴുതിക്കൊണ്ടുവന്നവര് വായിക്കാനുണ്ട്. അപ്പൊ അത് ചെയ്യണം അല്ലെ? പഞ്ചവർണ്ണ തത്തയുടെ കഥ എഴുതണം. നെക്സ്റ്റ് ആറാമത്തെ എന്താ? ഹലോ, ആരോ സംസാരിക്കുന്നുണ്ടല്ലോ. വൈൻ്റെ അകത്ത് വെച്ചിട്ട് രക്ഷിച്ച് കുട്ടി വരുമ്പോഴത്തേക്ക് അവൾക്ക് കൊടുത്തു. അപ്പൊ മയിലിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് ഒരു ലഘു വിവരണം എഴുതൂ. അടുത്തത് മയിലിനെ അറിയില്ല എല്ലാവർക്കും? മയില് നമ്മുടെ ദേശീയ പക്ഷിയാണ്. പിന്നെയോ അതിന് മയിലിന് കുറെ കണ്ണുകളുണ്ട് അല്ലെ? പീലിക്ക്. ഓക്കെ, അങ്ങനെ കുറെ കാര്യങ്ങൾ ശേഖരിച്ച് എന്ത് എഴുതണം? ഒരു ലഘു വിവരണം ഉണ്ടാക്കണം. പിന്നെന്താ? ഏഴാമത്തത് വാക്യങ്ങൾ രചിക്കാം. മയിൽ, കണ്ണ്, കഥ, ഈ 3 വാക്കുകളും ചേർത്ത് എത്ര വാക്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്ന് നോക്കണം. ഇത് ഒന്ന് അതിൽ എഴുതിയിട്ടുണ്ട്, മയിലിന്റെ കണ്ണിനെ കുറിച്ച് ഒരു കഥയുണ്ട്. അതേപോലെ നിങ്ങൾ കഥയും വരണം, മയില് വരണം, കണ്ണ് വരണം അല്ലെ? ഈ 3 കാര്യങ്ങളും അന്ന് എഴുതണം. പിന്നെ അടുത്ത ഒരു വർക്ക് ഉണ്ട് അല്ലെ? മയിൽപ്പീലിയുടെ ഈ ചിത്രത്തിന് നിറം കൊടുക്കാമോ? നല്ലൊരു ഇതുണ്ട് കളർ കൊടുക്കാൻ അല്ലെ? നല്ല കളർ കൊടുക്കണേ മയിൽപ്പീലിക്ക്. നെക്സ്റ്റ് പദങ്ങൾ ഉണ്ടാക്കാം എന്നാണ് 9ാമത്തത്. എന്താണ്? അതിസമർത്ഥൻ, അതിബുദ്ധിമാൻ, അതിസുന്ദരി. പിന്നെന്താ? അടുത്ത എന്താ എഴുതേണ്ടത്? എഴുതിക്കൊല്ലരും. അതിസുന്ദരൻ, അതി കൂട്ടിട്ടല്ലേ? അതിസുന്ദരൻ. എന്താണത്? അതിസുന്ദരൻ നടക്കും, അതല്ല അതിസുന്ദരൻ. പിന്നെന്താ? അതിമധുരം. രണ്ടാമതൊന്നും കൂടെ എഴുതിക്കോ, അതിമധുരം. 2 എഴുതണം. എന്താ? അതിസുന്ദരൻ എഴുതാൻ അറിയില്ലേ? അതിനകത്ത് തന്നെ ഉണ്ട് സുന്ദരൻ, സുന്ദരി എഴുതിയിട്ടുണ്ട് അവിടെ. തൊട്ടപ്പുറം അതിസുന്ദരൻ എന്നാ എഴുതുന്നുണ്ട്. സുന്ദരൻ എഴുതണം. നെക്സ്റ്റ് അതിമധുരം. പാഠം ഒരു 3 ടൈംസ് എങ്കിലും ഇന്നും എല്ലാരും വായിക്കണേ. അവിടെ എഴുതി വെച്ചോ, റീഡ് 3 ടൈംസ് കേട്ടോ. സൈൻ ചെയ്യാൻ പറയണം. വായിക്കുന്നുണ്ടോന്ന് അറിയണ്ടേ? യെസ്, എന്താ മക്കളെ?
ഓക്കെ. അപ്പൊ അതിസമർത്ഥൻ, അതിബുദ്ധിമാൻ, അതിസുന്ദരി ഇതിലുണ്ട്, അതിസുന്ദരൻ, അതിമധുരം അല്ലെ. എല്ലാം എന്ത് ഈ അതി പറയുന്നത് എന്താ? അതിസമർത്ഥൻ സമർത്ഥന്മാര് സമർത്ഥനാണ് അല്ലെ. അതിസമർത്ഥൻ വളരെ വളരെ സാമർത്ഥ്യമുള്ള ആളാണ്. നെക്സ്റ്റ് അതിബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ബുദ്ധി നല്ലപോലെ ബുദ്ധിയുള്ളവരെയാണ് അതിബുദ്ധിമാൻ എന്ന് പറയുക. അതിസുന്ദരി സുന്ദരിയാണ്, അത് കൂടാതെ നല്ല ഭംഗിയുള്ള ആളാണ് അല്ലെ, സുന്ദരിയാണ്, അതുകൊണ്ട് അതിസുന്ദരി. അല്ലെങ്കിലും അങ്ങനെ കൂട്ടുന്നതിനാ അപ്പൊ അധികമായ ഒരു കാര്യമാണ് വരുന്നത് അല്ലെ. അതുപോലെ അതിസുന്ദരൻ, അതിമധുരം, മധുരം കൂടുതലുള്ളത്. നമ്മ ഗുഡ്, വെരി ഗുഡ് എന്നെല്ലാം പറയുന്നില്ലേ, അതുപോലെയാണ് കേട്ടോ. ബെസ്റ്റ്, ബെറ്റർ എന്നെല്ലാം പറയുന്നില്ലേ. അപ്പൊ നെക്സ്റ്റ് ഓമനപ്പശു. ഓമനപ്പശു, ഓമനക്കുട്ടി, ഓമനപ്പാട്ട്, ഓമനത്തിങ്കൾ, ഓമനമുഖം അല്ലേ. ഓമനത്തിങ്കൾ എഴുതിയിട്ടില്ലേ? ഓമനത്തിങ്കൾ, ഓമനക്കിടാവ് എന്നുണ്ടെങ്കിൽ ഇതാ ഓമനമുഖം എഴുതിക്കും. നല്ല മുഖം, ഭംഗിയുള്ളതാണ് അർത്ഥം. ഓമനപ്പശു, ഭംഗിയുള്ള പശു അല്ലെ. ഓമന നമ്മൾ അങ്ങനെ പറയാറുണ്ടല്ലേ, ഓമന ചേർത്ത് മുമ്പില്. ഓമനപ്പാട്ട്, ഓമനത്തിങ്കൾ, ഓമനക്കുട്ടി അല്ല, ഓമനമുഖം, ഓമനമുഖം. ഓമനത്തിങ്കൾ എന്നും ഓമനമുഖം എന്നും നിങ്ങൾ എഴുതണം. ഓമനത്തിങ്കൾ, ഓമനമുഖം. മുഖം, ഖ, രണ്ടാമത്തെ ഖ എഴുതിയല്ലേ. മുഖം എഴുതാൻ അറിയുന്നില്ലേ എല്ലാവർക്കും? നെക്സ്റ്റ് ഏതാ? രസകരം, സുഖകരം, സന്തോഷകരം, ആനന്ദകരം അല്ലെ. അപ്പൊ എന്ത് എഴുതണം അവിടെ? ആനന്ദകരം, ദുഃഖകരം, ആനന്ദകരം, ദുഃഖകരം അല്ലെ. അതിന്റെ ആദിക്യ കാണിക്കുന്നത്. രസകരം, രസം നല്ലപോലെ ഉള്ളതാണെന്ന് അർത്ഥം. സുഖകരം, നല്ല സുഖാണെന്ന് അർത്ഥം അല്ലെ. സന്തോഷകരം, സന്തോഷമുള്ളത്. ആനന്ദകരം, അതേ അർത്ഥം തന്നെയാ വരുക. ദുഃഖകരം, ദുഃഖം കൂടുതൽ അല്ലെ, ദുഃഖകരം. മയിൽപ്പി. നെക്സ്റ്റ് ഏതാ? കഥകൾ ശേഖരിക്കാം. മയിൽപ്പീലി കണ്ണുകൾ പോലെയുള്ള വേറെ ഉൽപ്പത്തി കഥകൾ ശേഖരിച്ച് ശേഖരണ പുസ്തകത്തിൽ ചേർക്കൂ. അതൊക്കെ കുറെ വർക്ക് ഉണ്ട് അല്ലെ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അത് 10ാമത്തെ കഥകൾ ശേഖരിക്കാനുള്ളത്. മയിൽപ്പീലി കണ്ണുകൾ പോലെയുള്ള വേറെ ഉൽപ്പത്തി കഥകൾ, നമ്മളിപ്പം പഠിച്ച കഥ പോലെയുള്ളത് വേറെ എന്തെങ്കിലും കഥ നിങ്ങൾക്ക് ശേഖരിച്ച് ശേഖരണ പുസ്തകത്തിൽ ചേർക്കൂന്ന്. ഇപ്പൊ നിങ്ങൾക്ക് കുറെ കഥയായി അല്ലേ. നിങ്ങൾ നോട്ടിൽ എഴുതുന്ന ടെക്സ്റ്റിൽ തന്നെയാണോ എഴുതിയത്? എല്ലാ പാഠത്തിലും ഓരോ കഥ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ നമുക്ക് ഒരുപാട് കഥയായി അല്ലേ. കഥ പറയാനെല്ലാം പഠിച്ചാൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കഥയായി. ഏതെല്ലാം പാഠത്തിലുണ്ടായിരുന്നു കഥ? എവിടുന്ന് തുടങ്ങിയതാണ് കഥ? കഥ പൂർത്തിയാക്കുക. അഗുൽക്കയുടെ പാഠം ഓക്കെ, അഗുൽക്കയുടെ പാഠം മുതലുണ്ട് നിങ്ങൾക്ക് കഥ എഴുതാൻ. അപ്പൊ നിങ്ങൾക്ക് 3 കഥയായി അല്ലെ. ഇപ്പൊ അഗുൽക്കേരയിലായി, നെക്സ്റ്റ് കാവൽക്കാരനിലുണ്ടൊന്ന്, ഇപ്പൊ നമ്മൾ പഠിച്ച മയിൽപ്പീലി കണ്ണുകളിലും ഉണ്ട്. കഥ പൂർത്തിയാക്കുക. അപ്പൊ 3 എണ്ണായി. അപ്പൊ നമ്മുടെ ഇന്നത്തെ സമീപം കഥ വായിക്കാനുണ്ട്. അതിന്റെ ഇടയിൽ ഇവിടെ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്യാണ്ട് കഥ വായിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അടുത്ത ക്ലാസ് കഥ വായിപ്പിക്കാം അല്ലെ. ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പൊ എന്താണ്? മയിൽപ്പീലി കണ്ണുകൾ പോലുള്ള കഥകൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ശേഖരിക്കണം. എന്തൊക്കെയാ? ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. നായയും കോഴിയും നാട്ടിലെത്തിയ കഥ, ആനകൾക്ക് കൊമ്പുണ്ടായ കഥ. ഇതുപോലെ ഉണ്ടാക്കി എഴുതുന്നയാ പറയുന്നത്. പിന്നെന്താ? തവളകൾക്ക് വാലില്ലാതായ കഥ. ഇതൊക്കെയാണ് കഥ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് 11ാമത്തെ എന്താ? മയിൽപ്പീലി കവിതകൾ ശേഖരിക്കാം. മാതൃക കൊടുത്തിട്ടുണ്ടെന്ന്. കണ്ണന്റെ പീലി ഞാൻ കണ്ടു, എന്തു ഭംഗിയാണമ്മേ പറയാം, നീലിച്ച പച്ച നിറവും നല്ല ചേലുള്ളൊരോമനക്കണ്ണും, ആകെ മിനുങ്ങുന്ന പീലി കണ്ടാൽ ആരും കൊതിച്ചു പോമ്പീലി, ഉച്ചിയിൽ ചൂടിത്തരാമോ അമ്മേ പട്ടുപോലുള്ളൊരാ പീലി അല്ലേ.
മാതൃക കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കവിതകൾ ശേഖരിക്കാം എന്നാ പറഞ്ഞത്. നെക്സ്റ്റ് അത് സുഗതകുമാരിയുടെ കവിതയാണ്. നെക്സ്റ്റ് ഏതാ പറഞ്ഞേ? ഒരു മയിൽപ്പീലി. ഇത് ONV ഒരു പാട്ടാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു വട്ടം കൂടിയ പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം. അതേപോലെ ഒരു പാട്ടാ ഇത്. ഒരു മയിൽ പീലി ഞാൻ ഇന്നു കാണുമ്പോഴും ഒരു കുട്ടിയാകുവാൻ മോഹം. ഒരു പുസ്തകത്തിനകത്തിരുന്നതു പെറ്റ് പെരുകുമെന്നോർക്കുവാൻ മോഹം. മിസ്സിന് പാടാൻ അറിയത്തോണ്ട് നല്ല രീതിയിൽ പാടാൻ പറ്റുന്ന ഒരു കവിതയാണ് ONV-യുടെ കവിതകളെല്ലാം. അപ്പൊ അത് രണ്ടുമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഈ പാഠം ഫിനിഷായി. അപ്പൊ കഥ വായിക്കാനാണ് ഉള്ളത്. ഇന്ന് എത്ര പേരാ കഥ എഴുതിയതൊന്ന് കൈപൊക്കിയേ നല്ല പോലെ. ഇന്ന് കഥ എഴുതി പറഞ്ഞത് ഇന്ന് കുറെ കുട്ടികൾ കഴിഞ്ഞ ക്ലാസ് തന്നെ എഴുതി. ഇന്ന് ക്രിസ്റ്റി സിൻഡോണ്ട് പിന്നാരാ ഇന്ന് കഥ എഴുതി വന്ന ആരൊക്കെയാ? എബിൻ ബിജു. ഓക്കെ, എബിൻ ബിജു എന്നാ കഥ വായിച്ചേ. ആഷിനും ദേവാഞ്ജലിയൊക്കെ അന്നേ വായിച്ചില്ലേ? നന്ദുവിന്റെ വീട്ടിലെ നായയുടെ പേര് ടിക്കു എന്നാണ്. ടിക്കുവിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. നന്ദു സ്കൂൾ വീട്ടിലെത്തിയാൽ ടിക്കു ഓടിയെത്തും. ഒരു ദിവസം നന്ദു സ്കൂളിൽ നിന്ന് മടങ്ങി എത്തിയപ്പോൾ ടിക്കു ഉടനെ കുരച്ചുകൊണ്ട് വീടിന്റെ പിന്നിലേക്ക് ഓടി. നന്ദു അവന്റെ പുറകെ ചെന്നു. അവിടെ ഒരു കുഞ്ഞിക്കിളി വീണു കിടക്കുന്നത് നന്ദു കണ്ടു. നന്ദു അതിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് നന്ദു അതിനെ സ്നേഹത്തോടെ തലോടി അതിനെ കുടിക്കാൻ അല്പം വെള്ളവും നൽകി. അപ്പോൾ അത് ചെറിയ കടിച്ച് പറക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ നന്ദുവിന്റെ അമ്മ കാണുന്നുണ്ടായിരുന്നു. അമ്മ അവനോട് പറഞ്ഞു, മോനെ, നീ ഈ കുഞ്ഞിക്കിളിയെ തിരിച്ച് അതിന്റെ കൂട്ടിൽ തന്നെ കാണാതെ വിഷമിക്കുന്നതാകും. നന്ദുവിന്റെ അമ്മ പറഞ്ഞു. ഇതുപോലെ ചെയ്തു. പിന്നീട് നന്ദു ടിക്കുവിന്റെ കൂടെ കളിച്ചു. ഓക്കെ, ആ കുഞ്ഞിനെ അവിടെ തന്നെ കൊണ്ടുവിടാൻ പറഞ്ഞു അല്ലേ, കുഞ്ഞിക്കിളീന. ഓക്കെ, അപ്പൊ ആ കഥ നിങ്ങൾ കേട്ടില്ലേ എല്ലാവരും? നെക്സ്റ്റ് ആരാ പറഞ്ഞത് ഇന്ന് കഥ എഴുതിട്ട് വന്ന ആള്? ഒന്ന് കൈപൊക്കിയേ. ആൻഡ്രോസാ? യെസ്, ആൻഡ്രോസ് വായിച്ചോ. ക്രിസ്റ്റി സിൻഡോ വായിച്ചോ? ക്രിസ്റ്റി സിൻഡോ അൺമ്യൂട്ട് ചെയ്ത് വായിക്കുമോ? നന്ദുവിന്റെ വീട്ടിലെ നായയുടെ പേര് ടിക്കു എന്നായിരുന്നു. ടിക്കുവിന് എല്ലാവർക്കും ഇഷ്ടമാണ്. നന്ദു സ്കൂൾ വിട്ട് വീട്ടിലെത്തി ടിക്കു ഓടിയെത്തും. ഒരു ദിവസം നന്ദു സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ ടിക്കു ഉറക്കെ കുരച്ചുകൊണ്ട് വീട്ടിന്റെ പിന്നിലേക്ക് ഓടി. നന്ദു അവനെ പുറകെ ചെന്ന് അവിടെ ഒരു കുഞ്ഞുകിളി കിടക്കുന്നുണ്ടായിരുന്നു. അതിനെ അവർ വീട്ടിൽ കൊണ്ടുവന്നു. അതിനെ അവർ ചിന്നു എന്ന് പേരിട്ടു. അതിനെ അവർ ഒരു കൂട്ടിൽ വളർത്തി. എന്നാൽ
ചിന്നുവിന് അതിൽ സന്തോഷം തോന്നിയില്ല. ഒരു ദിവസം ചിന്നു ഉറങ്ങിയപ്പോൾ ഒരു പാമ്പ് ചിന്നുവിന്റെ കൂട്ടിൽ അടുത്തെത്തി. അത് കണ്ടപ്പോൾ പാമ്പിനെ അവൻ അടിച്ചു കൊന്നു. അത് കണ്ട് ചിന്നുവിന് സന്തോഷം തോന്നി. അങ്ങനെ അവർ കൂട്ടുകാർ ആയിരുന്നു. സന്തോഷത്തോടെ ജീവിച്ചു. ഓക്കെ, ഉണ്ടോ? ഒരു കഥ എഴുതുന്നതിലെ പല ഡിഫറൻസ് ഉണ്ട്. ഒരാൾ വായിച്ച കഥ അവര് വേറെ രീതിയിലായിരുന്നു എഴുതിയത്, ഇവൻ വേറെ രീതിയിലാണ് അല്ലേ? നിങ്ങക്ക് മനസ്സിലായോ? ഒരാൾ ആ കുട്ടി കുഞ്ഞിക്കിളി കരയുന്നതുകൊണ്ട് കൂട്ടിൽ തന്നെ കൊണ്ടുവിടാൻ അമ്മ പറഞ്ഞു, അത് കൊണ്ടുവിട്ടു എന്ന് പറഞ്ഞു. അടുത്ത ആള് കൂടാക്കി അതിനെ നല്ലപോലെ സംരക്ഷിച്ചു അല്ലേ? അതാ പറഞ്ഞേ. അപ്പൊ കഥ നിങ്ങൾക്ക് ഏത് രീതിയിലും എഴുതാല് നിങ്ങളുടെ ഭാവനക്ക് അനുസരിച്ച് അത് പൂർത്തിയാക്കാം. അപ്പൊ ഇന്നത്തെ കഥയും നിങ്ങൾ എഴുതണം കേട്ടോ. അപ്പൊ ഇനി കഥ വായിക്കാത്തവരുണ്ടാവും അല്ലേ? ആരും ഒരാളുകൂടി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ചെയ്യാം കേട്ടോ. അതുപോലെ ടെക്സ്റ്റ് ബുക്ക് ഒരു 3 ആഗ്നസ് വായിച്ചോ? എഴുതി കൊണ്ടുവന്നോ ആഗ്നസ്? ഓക്കെ. അപ്പൊ ഒരു 3 പ്രാവശ്യമെങ്കിലും കുറഞ്ഞ് നിങ്ങളുടെ ടെക്സ്റ്റ് വായിക്കണേ. ഓക്കെ, എല്ലാരും വായിച്ചിട്ട് വരില്ലേ? അപ്പോ ഇനി അടുത്ത ക്ലാസ് കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ. See you. Bye, Miss. Bye. Miss. Okay. Bye. Thank you, Miss. Bye. Okay. Bye, Miss. Bye. See you.